സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും സ്ത്രീകൾ ഏറെ കാത്തിരുന്ന ഒരു നിമിഷം കൂടിയാണ്. അപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ. നല്ല തന്നെ ഇത് കൊടുന്നത്. ഇപ്പോൾ ചില ടൈം നമ്മളെ അടുത്ത് ക്യാഷ് ഉണ്ടായിന്ന് വരില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പോവാം. ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര തിങ്കളാഴ്ച മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്? ഈ ഒരു പരിശ്രമമാണ് അവർ ഫസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല കാര്യമാണ്. നമ്മളിതിപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്ര അത് നല്ലൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് വിജയിച്ചാൽ നമുക്ക് നല്ലതാണ്, വിജയിക്കുമെന്നുള്ളതാണ്. പൊതുവെ ഈ മലബാർ ഏരിയാസിൽ ഓർഡിനറി ബസ്സുകൾ കുറവാന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് ബാധിക്കും നമ്മളെ ഇവിടെ ഓർഡിനറി. നമ്മളെ നാട്ടിൽ ഉൾപ്രദേശങ്ങളിലേക്കൊന്നും ഇല്ലല്ലോ, കുറവാണല്ലോ എല്ലാ സ്ഥലത്തും. അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ സൗജന്യ യാത്രയാണല്ലോ സ്ത്രീകൾ, എന്താ തോന്നണേ? സന്തോഷം. ഞങ്ങളെപ്പോലുള്ള സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഇതായിരിക്കും. ഡെയിലി യാത്ര ചെയ്യുന്നവർക്കും നന്നായിരിക്കും. എന്താ മുഖ്യമന്ത്രിയോട് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം അത് യാഥാർത്ഥ്യമാകുന്നത് കൊണ്ട് സന്തോഷമുണ്ട്. എത്രത്തോളം മുന്നോട്ട് പോകുന്ന അറിയില്ല. ഏകദേശം ഒരു പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരുന്ന ആണല്ലോ ഇപ്പോൾ. ഇനിയിപ്പോൾ എന്താവും അറിയില്ല, കണ്ടറിയാം. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലും തമിഴ്നാട്ടിലും ഓൾറെഡി ഈ ഒരു ഇത് വന്ന്, കേരളം അത്ര 10 കൊല്ലം പിറകോട്ടായിരുന്നു ഇത്ര കാലം. അപ്പോൾ ഇത് വന്നതിൽ വളരെ സന്തോഷമായി. കുറച്ചും കൂടി മുമ്പ് വരേണ്ടതായിരുന്നു. കാരണം സ്ത്രീകൾക്ക് മെയിൻ ഇപ്പോൾ ജോലിക്ക് പോകാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും എന്തിനും വളരെ ഉപകാരമായിരിക്കും ഇത്. സൗജന്യ ബസ് യാത്രയെ വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് വനിതാ യാത്രക്കാർ വരവേൽക്കുന്നത്. എന്നാൽ പുരുഷ യാത്രക്കാരും ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ക്യാമറമാൻ ദീപുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.